ശ്രീകണ്ഠാപുരം ലിറ്റിൽ ഫ്ലവേഴ്സ് സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സിനോവ എന്ന പേരിൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. കോട്ടൂർ ITI ഡയറക്ടർ ഫാദർ ജോഫിൻ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ കുട്ടികളുടെ ശാസ്ത്രീയ കഴിവുകളും സൃഷ്ടിപരമായ ചിന്താശേഷിയും പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള വേദികൾ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും ഭാവിയിലെ മികച്ച ശാസ്ത്രജ്ഞരെ വാർത്തെടുക്കാൻ സഹായിക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജിനോ P. ജെയിംസ് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പാൾ ലിബിൻ OJ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷെബിൻ പന്തക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ ശാസ്ത്രീയ മാതൃകകളും പരീക്ഷണങ്ങളും പ്രദർശനത്തിൽ ഏറെ ശ്രദ്ധേയമായി. കോട്ടൂർ ITIയിലെ വിദ്യാർത്ഥികളും സമീപ വിദ്യാലയങ്ങളിലെ കുട്ടികളും പ്രദർശനം കാണാനെത്തി. മാതാപിതാക്കളുടെ സാന്നിധ്യം പരിപാടിക്ക് കൂടുതൽ നിറം പകർന്നു. ശാസ്ത്രത്തോടുള്ള കുട്ടികളുടെ താൽപര്യവും ഗവേഷണാത്മക ചിന്തയും വളർത്തുന്നതിനുള്ള മികച്ച വേദിയായി സിനോവ മാറി. ലിറ്റിൽ ഫ്ലവേഴ്സ് സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തിൽ സൈനോവ എന്ന പേരിൽ ഒരു സയൻസ് എക്സിബിഷൻ എന്നിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിൽ സയൻസുമായി ബന്ധപ്പെട്ട്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ AI, എൻവയോൺമെന്റ്, ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 200ഓളം മോഡലുകളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും സയന്റിഫിക് ക്യൂരിയോസിറ്റിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ എക്സിബിഷനിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പിന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റ് ഞങ്ങളുടെ കൂടെയുള്ള അധ്യാപകരുടെ ഭാഗത്തു നിന്നും പേരൻസിന്റെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള ആ ഒരു സപ്പോർട്ട്, അത് ഇന്നത്തെ ഈ എക്സിബിഷന്റെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പൽ ഫാദർ ജിനോ P. ജെയിംസ് ഞങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട്, അത് ഞങ്ങൾ അധ്യാപകർക്കും കുട്ടികൾക്കും അത് ഒരുപോലെ ഞങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ നമ്മൾ ഈ എക്സിബിഷന്റെ അവസാനം കുട്ടികളിൽ ബാലൻസ് ഡയറ്റിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൂട്ട് സലാഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായ ഫ്രൂട്ട്സ് കുട്ടികൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തം ഈ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം, അത് ഇന്നത്തെ സയൻസ് എക്സിബിഷനിൽ ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മ ഇന്നത്തെ ആ ഒരു സയൻസ് എക്സിബിഷന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് ആണ്.